എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ വിഷമിക്കുന്ന അവസ്ഥ പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറി ഒരു നല്ല കാലം വരാൻ പോകുന്നു എന്നതിൻ്റെ ചില സൂചനകൾ ഈശ്വരൻ നമുക്ക് തരാറുണ്ട്. ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും പറയുന്ന എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 10 മഹാലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി സംസാരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൽ ഏതൊക്കെ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ. 2 പ്രധാന ലക്ഷണങ്ങൾ. ലക്ഷണം 1. ബ്രഹ്മമുഹൂർത്തത്തിൽ തനിയെ ഉണരുക. അലാറം വെക്കാതെ തന്നെ പുലർച്ചെ 3:30നും 5 മണിക്കും ഇടയിൽ പെട്ടെന്ന് ഉറക്കം ഉണരുക. ഈ സമയത്ത് പ്രപഞ്ചത്തിൽ പോസിറ്റീവ് ഊർജം കൂടുതലായിരിക്കും. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ ആദ്യ സൂചനയാണിത്. ലക്ഷണം 2. മനസ്സിലെ അകാരണമായ സന്തോഷം. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും മനസ്സിന് പെട്ടെന്ന് ഒരു പ്രത്യേക സമാധാനവും ധൈര്യവും തോന്നുക. എൻ്റെ കൂടെ ആരോ ഉണ്ട്, എല്ലാം ശരിയാകും എന്നൊരു ശുഭപ്രതീക്ഷ മനസ്സിൽ നിറയുന്നത് നല്ല കാലത്തിൻ്റെ തുടക്കമാണ്. ലക്ഷണം 3. പൂജാമുറിയിലെ അത്ഭുതങ്ങൾ. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിലവിളക്കിലെ തിരി കൂടുതൽ ഭംഗിയായി തെളിഞ്ഞു കത്തുക, അല്ലെങ്കിൽ ഭഗവാൻ ചാർത്തിയ പൂക്കൾ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് അടർന്നു വീഴുക. ഇതെല്ലാം പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെട്ടു എന്നതിൻ്റെ ലക്ഷണമാണ്. ലക്ഷണം 4. ചില പ്രത്യേക ജീവികളുടെ വരവ്. വീടിൻ്റെ മുറ്റത്തോ ജനലരികിലോ പ്രാവുകൾ, പൂമ്പാറ്റകൾ അല്ലെങ്കിൽ കാക്കകൾ വന്ന് സ്ഥിരമായി ശബ്ദം ഉണ്ടാക്കുക. വഴിയിൽ പോകുമ്പോൾ പശുവിനെ കാണുകയോ പശു നമ്മുടെ അടുത്തേക്ക് വരികയോ ചെയ്യുന്നത് വലിയ ഭാഗ്യമാണ്. ലക്ഷണം 5. കുട്ടികളുടെ പെരുമാറ്റം. കൊച്ചുകുട്ടികൾ ഒട്ടും അപരിചിതത്വം കാണിക്കാതെ നിങ്ങളുടെ അടുത്ത് വരികയും നിങ്ങളെ നോക്കി ചിരിക്കുകയും ചെയ്യുക. കുട്ടികളിൽ ദൈവസാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വാസം. അവരുടെ ഈ സ്നേഹം നിങ്ങളുടെ പോസിറ്റീവ് എനർജി വർദ്ധിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ലക്ഷണം 6. സ്വപ്ന ദർശനങ്ങൾ. സ്വപ്നത്തിൽ നിറഞ്ഞൊഴുകുന്ന പുഴകൾ, ക്ഷേത്രങ്ങൾ, പൂജാസാധനങ്ങൾ, ആന അല്ലെങ്കിൽ ഏതെങ്കിലും ദേവീദേവന്മാരെ കാണുന്നത് വരാനിരിക്കുന്ന വലിയൊരു ഭാഗ്യത്തിൻ്റെ മുന്നോടിയാണ്. ലക്ഷണം 7. അപ്രതീക്ഷിത സാമ്പത്തിക സഹായങ്ങൾ. എങ്ങുനിന്നില്ലാതെ ചെറിയ രീതിയിലെങ്കിലും പണം കൈകളിൽ വന്നു ചേരുക, അല്ലെങ്കിൽ പണ്ടാരോ വാങ്ങിയിട്ട് തരാതിരുന്ന പണം പെട്ടെന്ന് തിരികെ കിട്ടുക. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണിത്. ലക്ഷണം 8. ശത്രുക്കൾ മിത്രങ്ങളാകുക. നിങ്ങളെ വെറുത്തിരുന്നവർ അല്ലെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നവർ പെട്ടെന്ന് നിങ്ങളോട് സൗമ്യമായി പെരുമാറാൻ തുടങ്ങുക. നിങ്ങളുടെ മോശം ഗ്രഹപ്പിഴകൾ മാറുന്നു എന്നതിൻ്റെ സൂചനയാണിത്. ലക്ഷണം 9. മന്ത്രങ്ങളോടും ഭക്തിഗാനങ്ങളോടും താൽപ്പര്യം കൂടുക. മുൻപത്തേക്കാൾ കൂടുതൽ ഭക്തിഗാനങ്ങൾ കേൾക്കാനും നാമം ജപിക്കാനും ക്ഷേത്രങ്ങളിൽ പോകാനും ഉള്ളിൽ നിന്ന് ഒരു തോന്നൽ ഉണ്ടാവുക. ഇത് മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ ലക്ഷണമാണ്. ലക്ഷണം 10. വഴിയിൽ വെച്ച് കാണുന്ന ശുഭസൂചനകൾ. നിങ്ങൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിന് ഇറങ്ങുമ്പോൾ തുളസിത്തർ കാണുക, മംഗളകരമായ ശബ്ദങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ വഴിയിൽ നാണയങ്ങൾ കിടന്നു കിട്ടുക. ഇതെല്ലാം പോകുന്ന കാര്യം വിജയകരമാകും എന്നതിൻ്റെ ലക്ഷണമാണ്. ഈ പറഞ്ഞ 10 ലക്ഷണങ്ങളിൽ 2-3 എണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പുവരുത് ചെയ്തോളൂ. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറാൻ സമയമായി. ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എന്നാൽ ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ കൂടുതൽ എളിമയുള്ളവരും മറ്റുള്ളവരെ സഹായിക്കുന്നവരും ആകണം. എങ്കിൽ മാത്രമേ ഈ ഈശ്വരാനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെയുണ്ടാകൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.